പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ സുവർണ നഗരി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടുവള്ളിക്കടുത്ത് വാവാട് 17-ലുള്ള പുതിയ ജാറത്തിങ്കൽ മക്കാമിലാണ്. കോഴിക്കോട് വയനാട് റോഡിന്റെ സമീപത്തായുള്ള ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് സയ്യിദ് അബ്ദുർ റസാഖ് അൽ ഹൈദ്രൂസി തങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിൽ നിന്നും 12 ആളുകളോടൊപ്പമാണ് മഹാനായ സയ്യിദ് അബ്ദുർ റസാഖ് അൽ ഹൈദ്രൂസി തങ്ങൾ വാവാട്ടേക്കെത്തുന്നത്. വിലായത്തിന്റെയും കറാമത്തിന്റെയും മഹോന്നത പദവിയിലെത്തിയ മഹാനുഭാവനെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നാട്ടുകാരും മറ്റുള്ളവരും സന്ദർശിക്കാറുണ്ടായിരുന്നു. പഴമക്കാർ തലമുറകളായി പകർന്നു തന്നതും ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിനെ പോലത്തെ മഹാന്മാർ പകർന്നു തന്നതുമായ അറിവുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരിക്കൽ തങ്ങളുടെ വഫാത്തിനോടടുത്ത സമയം ഒരാൾ ജുമുഅത്ത് പള്ളിയിലേക്ക് വരികയും തങ്ങളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആ ക്ഷണം സ്വീകരിച്ചെത്തിയ തങ്ങൾ കാണുന്നത് കാലങ്ങളോളം വാദം പിടിച്ച് കിടപ്പിലായ ഒരു ചെറുപ്പക്കാരനെയാണ്. തങ്ങൾ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെറുപ്പക്കാരനെ ബാധിച്ച വാദം പൂർണ്ണമായും ഭേദമാവുകയും ചെയ്തു. പിന്നീട് തങ്ങളുടെ ശേഷിച്ച കാലം തങ്ങൾ ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ വെച്ച് ദുൽഹജ്ജ് 7-നാണ് തങ്ങൾ വഫാത്തായത്. അങ്ങനെ തങ്ങളുടെ ജനാസ വാവാട് ജുമുഅത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകും വഴി ശക്തമായ കാറ്റും മഴയും വരികയും ജനാസയെ മഴയേൽക്കാത്ത ഒരു ചോലയിലേക്ക് വെക്കുകയും ചെയ്തു. മഴ കഴിഞ്ഞ ശേഷം ജനാസ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു നിലക്കും ജനാസ ഉയർത്താൻ കഴിയാതെ വരികയും സ്ഥലം ഉടമയുടെ സമ്മതപ്രകാരം അവിടെ തന്നെ മഹാനവറുകളെ ഖബറടക്കുകയും ചെയ്തു. ഈ മഖാമിന് ചുറ്റും നിരവധി സാദാത്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അള്ളാഹു ഇവരുടെ ഹക്ക് ജഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കി തരുമാറാകട്ടെ. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.